ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗരം മസാല. ഞങ്ങളുടെ ബീച്ച് ഇഫ്താറിന്റെ ഫുൾ വീഡിയോ ആണ് കേട്ടോ ഇത്. ബി സ്കൂളിലെ പരിചയക്കാരെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു ഗെറ്റ് ടുഗദറും അതുപോലെ തന്നെ ഇഫ്താർ മീറ്റിംഗ് നടത്താന്ന് പറഞ്ഞിരുന്നു. അപ്പൊ നേരത്തെ എത്തണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തന്നെ 2 മണിക്കാട്ടോ. 2-2:30 ആയപ്പോഴേക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. തിരൂരാണ് ഇഫ്താർ മീറ്റിംഗ്. അപ്പോൾ അത്യാവശ്യം ഞങ്ങൾക്ക് ട്രാവലിംഗ് ഉണ്ട്. ഇവിടെ വന്നപ്പോഴും ഇവിടെ ഒരു ഗെറ്റ് ടുഗദർ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവരുടെ. പിന്നെ മോട്ടിവേഷണൽ സ്പീച്ചും 1-2 എക്സ്പീരിയൻസ് ഷെയറിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് ബീച്ചിലോട്ടാണ്. ഉണ്ണിയാൽ ബീച്ചാണ്. അത്രയും സെറ്റപ്പ് അറേഞ്ച്മെന്റ്സ് ആട്ടോ. ഞാൻ ഇങ്ങനെയൊന്നും എക്സ്പെക്ട് ചെയ്തതേ ഇല്ല. ബീച്ചിലാണ് നോമ്പ് പറയാന്ന് പറഞ്ഞെങ്കിലും ബീച്ചിൽ അടുത്തുള്ള റെസ്റ്റോറൻറ്റ്സ് ഉണ്ടായിരിക്കും, അപ്പൊ അവിടെ ആയിരിക്കും വിചാരിച്ചത്. പക്ഷെ ബീച്ചിൽ നല്ല അടിപൊളിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കടലിന്റെ വശ്യത അത് പറയേ വേണ്ട. ഞങ്ങൾ 6 മണിയൊക്കെ ആയപ്പോഴാണ് ബീച്ചിലോട്ട് പുറപ്പെട്ടത്. ഏകദേശം ഒരു 10 മിനിറ്റിന്റെ മുകളിൽ ഡ്രൈവ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പൊ ഇവിടെ വന്നപ്പോഴേക്കും ഇവരെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലൈറ്റൊക്കെ ഓൺ ആയിട്ടുണ്ട്. അപ്പൊ തന്നെ ഒരു വല്ലാത്തൊരു ഭംഗി തോന്നുന്നു. ലേഡീസൊക്കെ കുറവാട്ടോ. നമുക്കിവിടെ റോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇതെല്ലാം കണ്ടിങ്ങനെ നിന്ന്. ഇഫ്താർ ടൈം അടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാവരും ഫുഡൊക്കെ അറേഞ്ച് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ബീച്ചും പിന്നെ അറേഞ്ച്മെന്റ്സും നല്ല ഭംഗിയാണ്. ലൈറ്റ് ആണെങ്കിലും ചെയർസ് ആണെങ്കിലും ടേബിൾ ആണെങ്കിലും നിറയെ ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ട് ശരിക്കും നല്ലൊരു അട്രാക്ഷൻ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ കുറച്ചുപേരൊക്കെ പരിചയപ്പെടാൻ പറ്റി. എന്നാലും നല്ലൊരു നോമ്പുറ, നല്ലൊരു ആംബിയൻസ്. നമ്മൾ റീൽസിലൊക്കെ ഇങ്ങനെ കാണാറുണ്ട്, പക്ഷെ ഇങ്ങനൊരു നോമ്പുറ ലൈഫിലുണ്ടായിരുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. സൺസെറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. നോമ്പ് തുറക്കാനുള്ള സമയമായല്ലോ. എല്ലാ അറേഞ്ച്മെന്റ്സും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ ഞങ്ങൾ ഇരുന്നു കേട്ടോ. ഫ്രൂട്ട്സും സ്നാക്സുകളും അതുപോലെ തന്നെ ഡ്രിങ്ക്സുകളും വെള്ളവും എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പരിചയമൊന്നുമില്ലാത്ത കുറച്ച് ഫ്രണ്ട്സിന്റെ കൂടെയുള്ള ഒരു നോമ്പ് തുറ. പക്ഷെ നോമ്പ് തുറ കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരുമായിട്ട് നല്ല പരിചയമായിട്ടോ. ഞങ്ങളുടെ നാട്ടിലത്തെ പോലെയുള്ള സ്നാക്സ് ഒന്നും അല്ല ഇവിടെ ഉള്ളത്. ഇവിടെ ഉന്നക്കായയും അതുപോലെ തന്നെ സമൂസ, സ്പെഷ്യൽ സമൂസയൊക്കെയാണ് ഉള്ളത്. പിന്നെ കോഴിയുടെ മോഡലിലുള്ള സമൂസയൊക്കെ കേട്ടോ. എന്തായാലും നല്ലൊരു നോമ്പ് തുറയായിരുന്നു. ഒരുപാട് ഇഷ്ടമായി. നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞു. ഇനി പ്രയർ ടൈം ആട്ടോ. ഇവിടെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമസ്കാരത്തിനുള്ളത്. ലേഡീസിനെ കുറിച്ച് മാറിയിട്ടാട്ടോ നമസ്കരിക്കാനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്തിട്ടുള്ളത്. ജെന്റ്സിന് ഇവിടെ തന്നെ നമ്മുടെ ഈ ടെന്റിന്റെ അടുത്ത് തന്നെയായിട്ടാണ് കേട്ടോ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നേരെ കടലിന്റെ മുന്നിൽ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. മെയിൻ ഫുഡൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമസ്കരിക്കാൻ പോകാൻ നിൽക്കുമ്പോഴാണ് ഇത് കണ്ടത്. അപ്പോൾ വേഗം ഒരു വീഡിയോ എടുക്കാന്ന് വെച്ചു. 3 ടൈപ്പ് സാലഡ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഓപ്പോസിറ്റ് സൈഡിലാട്ടോ കാണിക്കുന്നത്. റോട്ടിയൊക്കെ ആ സൈഡിലാണ്. ഇത് ഗോപി മഞ്ചൂരിയൻ ആണ്. പിന്നെ ബീഫ് വരട്ടിയതുണ്ട്. 2 ടൈപ്പ് ചിക്കൻ ടിക്ക ഉണ്ട്. അതുപോലെ തന്നെ ബിരിയാണിയിലെ പീസസ് ആണ്. പിന്നെ ബിരിയാണിയുടെ റൈസ്. ഇനി വെജിറ്റബിൾ കുറുമയാണ്. വെജിറ്റേറിയൻസിന് വേണ്ടേ ഫുഡ്. പിന്നെ ഉള്ളത് മീൻ മാങ്ങ ഇട്ട് വെച്ച കറി കേട്ടോ. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ ഇത്. പിന്നെ ചിക്കൻ കുറുമ ഉള്ളത്. പിന്നെ റോട്ടിയിൽ വരുന്നത് പൊറോട്ട ഉണ്ട്, നെയ്പത്തലുണ്ട്, പത്തിരി ഉണ്ട്. പിന്നെ സ്നാക്സ് കുറച്ച് ഐറ്റംസ്, പുഡിങ്സ്, ടീ, അങ്ങനെ കുറച്ച് ഐറ്റംസ് കൂടെ ഉണ്ട് കേട്ടോ. എന്തായാലും കിടിലനായിരുന്നു പറ. മെയിൻ ഡിഷ് ആയിരുന്നു, സ്റ്റാർ ആയിട്ടുണ്ടായിരുന്നു. ലേഡീസിനെ നമസ്കരിക്കാനുള്ള ഏരിയ കുറച്ച് അപ്പുറത്തായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഇവരുടെ ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു ഏരിയയിലാണ്. അപ്പോൾ ഓൾറെഡി ഇവർക്ക് എടുത്ത് വന്നതുകൊണ്ട് തന്നെ നമസ്കരിക്കാനുള്ള മുസല്ലൊക്കെ സെറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ പോയിട്ട് നമസ്കരിച്ചിട്ടോ. നമസ്കാരത്തിന് ശേഷം നേരെ ഫുഡ് എടുത്തിട്ട് കഴിക്കാനിരുന്നു. ഞാൻ ഫൈസൽക്കിൻ്റെയാണ് കഴിക്കാതിരുന്നു കേട്ടോ. ഫൈസൽക്കാർക്ക് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് കൊടുത്തു കേട്ടോ. ഞാൻ എല്ലാവർക്കും ഇടലും ഫോട്ടോസ് ആയിരുന്നു. സ്റ്റാറ്റസ് ഒക്കെ ഇടണ്ടേ, ഒരു ബീച്ച് നോമ്പൂറൊക്കെ വന്നതല്ലേ. മെയിൻ ഡിഷ് കഴിക്കാനായപ്പോഴേക്കും ഇരുട്ടായി തുടങ്ങിട്ടോ. അപ്പോഴാണ് ഈ ബൾബിന്റെ ഒക്കെ ഒരു ഭംഗി കാണുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ്. ലൈറ്റ് ചെയറിനൊക്കെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ഗ്ലാസ് മോഡൽ ചെയറാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു റിഫ്ലക്ഷൻ വരുന്നുണ്ട്. പിന്നെ ടേബിളിലെ ഫ്ലവേഴ്സും ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സും ഒക്കെ ഉണ്ട്. അപ്പൊ നോമ്പ് തോറ കഴിഞ്ഞ് മെയിൻ ഡിഷ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഒരുവിധം എല്ലാവരും പിരിഞ്ഞു തുടങ്ങി കേട്ടോ. ഞങ്ങൾ കുറച്ച് സമയം കൂടെ ബീച്ചിൽ സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ചു. ഞങ്ങളുടെ നാട്ടിൽ ബീച്ചൊന്നും ഇല്ലല്ലോ. അപ്പൊ അതിനുള്ള സെറ്റിങ്സും കൊണ്ടൊക്കെയാണ് കേട്ടോ വന്നത്. കാർപ്പറ്റും എല്ലാം എടുത്തിട്ടാണ് വന്നിരുന്നത്. കുറച്ച് സമയം ഒരു 1-2 മണിക്കൂർ ബീച്ചിലിരിക്കാം. എന്നിട്ട് തറാവീഹ് ഇവിടുന്ന് നമസ്കരിക്കാൻ വന്നിട്ട് പോകാന്നൊക്കെ വിചാരിച്ചു.
വിചാരിച്ചു. അപ്പം ഇവിടെ എല്ലാ ഇഷ നമസ്കാരവും കുറച്ച് തറവൊക്കെ നമസ്കരിച്ചിട്ട് തന്നെ കേട്ടോ പോയത്. അപ്പോഴേക്കും ചന്ദ്രനൊക്കെ നന്നായിട്ട് ഉദിച്ച് വന്നിട്ടുണ്ടായിരുന്നു, മേഘമൊക്കെ ഉണ്ട്. അപ്പോൾ ആകാശം കാണാൻ നല്ല ഭംഗി, അപ്പുറത്ത് കടൽ കാണാൻ ഭംഗി. ഞങ്ങളിവിടെ ഇങ്ങനെ റിലാക്സ് ചെയ്തിട്ട് ഇരിക്കുകയാണ് കേട്ടോ. 10 മണിയോടുകൂടി ഞങ്ങൾ ബീച്ചിൽ നിന്ന് പോന്നു കേട്ടോ. ബീച്ചിൽ പോരാൻ ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ പോന്നേ പറ്റൂ. ഈ 10 മണിക്ക് പോന്നാലേ ഉള്ളൂ ഒരു 12-1 മണിയാകുമ്പോഴേക്കും വീട്ടിലെത്തണ്ടേ, നാളത്തെ ദിവസം വർക്കിംഗ് ഡേ ആണല്ലോ. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, അടിച്ചു വിട്ടു. ബീച്ചിലിരിക്കുമ്പോഴും നമസ്കാരം 2 പടികളിൽ നിന്ന് നമസ്കാരത്തിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം തറവി കഴിയുന്ന ഒരു സമയത്തിന്റെ ഒരു ഐഡിയ ഒക്കെ കിട്ടിയിരുന്നു. അപ്പൊ അതിനുശേഷമാണ് ഞങ്ങള് തിരിച്ചു വന്നത്. റോഡില് തിരക്കിനൊന്നും ഒരു കുറവില്ല കേട്ടോ, നല്ല തിരക്ക് തന്നെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് മണ്ണാർക്കാടൊക്കെ ആകുമ്പോഴേ ഒന്നുകൂടെ തിരക്ക് കുറവായിരിക്കും തോന്നുന്നു. നേരത്തെ ഇറങ്ങുന്ന സിറ്റിയാണ്. ഇവിടെ ഒന്നും നേരത്തെ ഇറങ്ങില്ല, ലേറ്റ് ആയിട്ട് ഇറങ്ങുന്നതാണ്. കുറച്ചധികം ട്രാവൽ ചെയ്തപ്പോഴും ഒന്ന് റിഫ്രഷ് ആവാം, അതുപോലെ തന്നെ ഫ്യൂലൊന്ന് ഫില്ല് ചെയ്യണം, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഒരു പമ്പിൽ നിർത്തിയതാണ്. പമ്പിനോട് ചേർന്നിട്ട് തന്നെ ഒരു റിഫ്രഷിങ് കോർണർ ഉണ്ട് കേട്ടോ. ഔട്ട് സൈഡാണ്. ഇവിടെ കുറേ പേര് നിൽക്കുന്നുണ്ട്, ചായ കുടിക്കുന്നു, ജ്യൂസ് കുടിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ നോമ്പിന്റെ സമയത്ത് പ്രത്യേകിച്ച് മസാല സോഡകൾ, അങ്ങനെ പല ഐറ്റംസും ഉണ്ട്. പക്ഷെ ഇതെല്ലാം ഒരു ക്ലോസിങ് ടൈമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ക്യാപ്ഷൻ കണ്ടു, കട്ടനോട് പ്രണയമാണെന്ന്. ഒരു രക്ഷയില്ല, കാരണം ഇവിടുത്തെ പാല് കഴിഞ്ഞിരിക്കുകയാണ്, ഇനി കട്ടൻ കുടിക്കല്ലാതെ രക്ഷയില്ല. ഞങ്ങൾക്കാണ് അവസാനത്തെ പാൽ ചായ കിട്ടി കേട്ടോ. അപ്പോൾ പൈതൽക്ക ചായയൊക്കെ കുടിച്ചു. എനിക്ക് പറ്റിയതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ നോക്കി നിന്നു. കാണാൻ നല്ല ഭംഗിയുള്ളത് കൊണ്ട് തന്നെ ഞാൻ നോക്കി നിന്നു. ഇനി വീട്ടിൽ നേരത്തെ എത്തുക, കഴിയുന്നത്ര നേരത്തെ എത്തുക, അത് മാത്രമാണ് ലക്ഷ്യമുള്ളത്. എല്ലാവരുടെയും തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ട് കുറച്ച് സമയം ഒന്നിച്ച് സ്പെൻഡ് ചെയ്യുക എന്ന ഒരു തിങ്കിങ്ങോട് കൂടിയിട്ട് കൂടെ ഒരു ഇഫ്താറും അങ്ങനെയായിരുന്നു ഇവിടെ ഒത്തുചേർന്നത് കേട്ടോ. എല്ലാവരും തിരക്കുള്ളവരാണ്. അപ്പോൾ തിരക്ക് കഴിഞ്ഞിട്ട് ഒരു കൂടിച്ചേരൽ ഉണ്ടാവില്ലല്ലോ. അപ്പൊ തിരക്കിന്റെ ഇടയിൽ ഒരു കൂടിച്ചേരൽ, അതിന് മാറ്റി കൂട്ടുന്നതായിട്ട് ഉള്ള ഒരു ബീച്ചിലെ നോമ്പ് തുറയും കൂടെ. ഒരു ഡ്രീം തന്നെയായിരുന്നു ബീച്ചിലൊരു നോമ്പ് തുറ എന്നത്. പിന്നെ റിസ്ക് എടുക്കുന്നില്ല വിചാരിച്ചു. ഞങ്ങളുടെ നിയർ ബൈ ബീച്ച് എന്ന് പറയുന്നത് കാലിക്കറ്റാണ്. കുറഞ്ഞത് ഒരു 2.5 മണിക്കൂറിന്റെ മുകളിൽ ട്രാവലിംഗ് വരും കേട്ടോ. അപ്പൊ അവിടെ പോയിട്ട് നോമ്പ് തുറക്കാന്ന് വെച്ചാല് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് തന്നെയല്ലേ. പക്ഷെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇത്രയും വൈബോട് കൂടിയിട്ടുള്ള ഒരു നോമ്പ് തുറയിൽ പങ്കെടുക്കാൻ സാധിച്ചു. പരിചയമില്ലാത്ത ഒരുപാട് പേരെ പരിചയപ്പെടാൻ സാധിച്ചു. ബീച്ചിൽ നമസ്കരിക്കാൻ സാധിച്ചു. ഒരുപാട് സമയം ബീച്ചിൽ സ്പെൻഡ് ചെയ്യാൻ സാധിച്ചു. പിന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ സാധിച്ചു. എല്ലാറ്റിനും താങ്ക്ഫുൾ ആണ്. അപ്പോൾ ഫ്രണ്ട്സ്, ബൈ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.